എല്ലാവർക്കും സൂക്കോ പി എസ് സിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ത്യൻ പാർലമെൻറ്റിലെ വിവിധ തരം ബില്ലുകളെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. വിത്തൗട്ട് ഫർദർ അഡു ലെറ്റ് സ്റ്റാർട്ട്. നമ്മുടെ ഭരണഘടന ഒരു മൗലിക രേഖയാണ്. നിയമനിർമ്മാണ സഭ, കാര്യനിർവഹണ വിഭാഗം, നീതിന്യായ വിഭാഗം എന്നിവയുടെ അധികാരവും സ്ഥാനവും ഭരണഘടനയിൽ നിർവചിക്കുന്നു. ഇവയിൽ ഏതെങ്കിലും ഒന്നിൽ അധികാരം കേന്ദ്രീകരിക്കുന്നത് തടയുന്നതിനും ജനാധിപത്യത്തെ പിന്തള്ളി ഏകാധിപത്യം കടന്നുവരാതിരിക്കാനും ഭരണഘടന പ്രത്യേകം ശ്രദ്ധിക്കുന്നു. നിയമനിർമ്മാണ സഭ അഥവാ ലെജിസ്ലേച്ചർ. ഇന്ത്യയുടെ നിയമനിർമ്മാണ സഭയുടെ പേരാണ് പാർലമെൻറ്റ്. രാജ്യത്തിനാവശ്യമായ നിയമങ്ങൾ നിർമ്മിക്കുക എന്നതാണ് പാർലമെൻറ്റിൻ്റെ പ്രാഥമിക ധർമ്മം. ലോക്സഭ, രാജ്യസഭ എന്നീ രണ്ട് സഭകളുള്ള ഇന്ത്യയുടെ പാർലമെൻറ്റ് ഒരു ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭയാണ്. സംസ്ഥാനങ്ങളിൽ നിയമനിർമ്മാണം നടത്തുന്നത് സംസ്ഥാന നിയമനിർമ്മാണ സഭകളാണ്. നിയമനിർമ്മാണം ഇന്ത്യയിൽ നിയമം നിർമ്മിക്കാനുള്ള അധികാരം പാർലമെൻറ്റിൽ നിക്ഷിപ്തമാണ്. നിയമനിർമ്മാണ പ്രക്രിയയിൽ ഭരണഘടന അനുശാസിക്കുന്നതും പിന്നീട് രൂപപ്പെട്ടു വന്നതുമായ നിരവധി നടപടിക്രമങ്ങളുണ്ട്. നിയമനിർമ്മാണം ഒരു സാങ്കേതിക പ്രക്രിയ മാത്രമല്ല, ഒരു രാഷ്ട്രീയ പ്രക്രിയ കൂടിയാണ്. സമൂഹത്തിൻ്റെ വിവിധ കോണുകളിൽ നിന്നുള്ള ജനാഭിപ്രായങ്ങളോട് സർക്കാരിൻ്റെ പ്രതികരണമാണ് നിയമങ്ങൾ. രാഷ്ട്രീയ പാർട്ടികളുടെ തിരഞ്ഞെടുപ്പ് വാഗ്ദാനം പാലിക്കുന്നതിൻ്റെ ഭാഗമായും ഭരണപ്രക്രിയ കൂടുതൽ സുഗമമാക്കുന്നതിനായും നിയമനിർമ്മാണം നടത്താറുണ്ട്. എന്താണ് ബില്ല്? നിയമത്തിൻ്റെ കരട് രൂപമാണ് ബില്ലുകൾ. നിയമനിർമ്മാണത്തിന് മന്ത്രിസഭ അംഗീകാരം നൽകിയാൽ ബന്ധപ്പെട്ട മന്ത്രാലയത്തിൻ്റെ മേൽനോട്ടത്തിലും നിർദ്ദേശങ്ങൾക്കും അനുസൃതമായി ഉദ്യോഗസ്ഥരാണ് നിയമത്തിൻ്റെ ബിൽ തയ്യാറാക്കുന്നത്. ബില്ലുകൾ വിവിധ തരമുണ്ട്. മന്ത്രിമാർ അവതരിപ്പിക്കുന്ന ബില്ലാണ് ഗവൺമെൻറ് ബില്ല്. മന്ത്രിയല്ലാത്ത പാർലമെൻറ് അംഗം അവതരിപ്പിക്കുന്ന ബില്ലാണ് സ്വകാര്യ ബില്ല്. ഇതുകൂടാതെ പൊതുഖജനാവിലേക്കുള്ള ധനസമാഹരണവും ചെലവഴിക്കലും സംബന്ധിച്ച ബില്ലുകളാണ് ധനബില്ലുകൾ. ധനബില്ല് ലോക്സഭയിലാണ് ആദ്യം അവതരിപ്പിക്കുന്നത്. ധനബില്ലുകളല്ലാത്തവയാണ് ധനേതര ബില്ലുകൾ. ഭരണഘടനാ ഭേദഗതി ബില്ലുകളും സാധാരണ ബില്ലുകളുമാണ് ധനേതര ബില്ലുകളായി കണക്കാക്കുന്നത്. ഒരു ബിൽ നിയമമാകുന്നതിൻ്റെ വിവിധ ഘട്ടങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാം വായന. ധനബിൽ അല്ലാത്ത ഏതൊരു ബില്ലും ഇരുസഭകളിൽ ഏതെങ്കിലും ഒന്നിൽ മന്ത്രിയോ സ്വകാര്യ അംഗമോ അവതരിപ്പിക്കുന്നു. ഇതാണ് ഒന്നാം വായന. എന്താണ് രണ്ടാം വായന നോക്കാം. ഈ ഘട്ടത്തിൽ ബിൽ കമ്മിറ്റിയുടെ പരിഗണനയ്ക്ക് അയക്കുകയോ സഭയിൽ തന്നെ ചർച്ച ചെയ്യുകയോ ചെയ്യുന്നു. കമ്മിറ്റി ഘട്ടം എന്നും ഇത് അറിയപ്പെടുന്നു. മാറ്റങ്ങളോ ഭേദഗതികളോ ഈ ഘട്ടത്തിൽ സ്വീകരിക്കാം. അടുത്തത് മൂന്നാം വായനയാണ്. ബില്ല് സഭ അംഗീകരിക്കുകയോ നിരസിക്കുകയോ ചെയ്യുന്നു. ബില്ല് ആദ്യം അവതരിപ്പിച്ച സഭയിൽ നടപടിക്രമങ്ങൾ പൂർത്തിയായാൽ ഇതേ പ്രക്രിയ രണ്ടാമത്തെ സഭയിലും ആവർത്തിക്കപ്പെടുന്നു. ഇരുസഭകളും അംഗീകരിക്കുന്ന പക്ഷം ബിൽ രാഷ്ട്രപതിയുടെ അംഗീകാരത്തിനായി സമർപ്പിക്കപ്പെടുന്നു. രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിക്കുന്നതുകൂടി ബിൽ നിയമമായി മാറുന്നു. വിവിധ തരം ബില്ലുകളെക്കുറിച്ച് നോക്കാം. ആദ്യത്തേത് സാധാരണ ബില്ലാണ്. സാമ്പത്തിക വിഷയങ്ങൾ ഒഴികെയുള്ള ഏത് കാര്യത്തെയും സാധാരണ ബില്ലിൽ ഉൾപ്പെടുത്താം. ഇന്ത്യൻ ഭരണഘടനയിലെ ആർട്ടിക്കിൾ 107, ആർട്ടിക്കിൾ 108 എന്നിവയാണ് സാധാരണ ബില്ലുകളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. പാർലമെൻറ്റിൻ്റെ ഏതെങ്കിലും സഭയിൽ ആദ്യം അവതരിപ്പിക്കുകയും ഇരുസഭകളും പാസാക്കുകയും ചെയ്യുന്ന ബില്ലാണ് സാധാരണ ബില്ല്. ഈ ബിൽ ഒരു മന്ത്രിയോ പാർലമെൻറ്റിലെ ഒരു സ്വകാര്യ അംഗമോ അവതരിപ്പിക്കുന്നു. സാധാരണ ബില്ലുകൾ രാജ്യസഭയ്ക്ക് മാറ്റാനോ നിരസിക്കാനോ കഴിയും. കൂടാതെ അവ 6 മാസം വരെ വൈകിപ്പിക്കാനും കഴിയും. ഒരു സാധാരണ ബില്ലിൻ്റെ കാര്യത്തിൽ സംയുക്ത സമ്മേളനത്തിനും വ്യവസ്ഥയുണ്ട്. ഒരു സാധാരണ ബില്ലിനെ ചൊല്ലി ലോക്സഭയും രാജ്യസഭയും തമ്മിൽ സ്തംഭനാവസ്ഥ ഉണ്ടായാൽ ഇരുസഭകളുടെയും സംയുക്ത സമ്മേളനത്തെ വിളിക്കാവുന്നതാണ്. മണി ബിൽ എന്താണെന്ന് നോക്കാം. വരുമാനവുമായോ ചെലവുകളുമായോ ബന്ധപ്പെട്ട ഏതൊരു ബില്ലും ഒരു സാമ്പത്തിക ബില്ലാണ്. ഒരു മണി ബിൽ ഒരു പ്രത്യേകതരം സാമ്പത്തിക ബില്ലാണ്. ആർട്ടിക്കിൾ 110 മണി ബില്ലുമായി ബന്ധപ്പെട്ട ഭരണഘടനാ ആർട്ടിക്കിൾ. നികുതികൾ, സർക്കാർ പണം കടം വാങ്ങുന്നതിൻ്റെ നിയന്ത്രണം, ഇന്ത്യയുടെ കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്നുള്ള പണം ചെലവഴിക്കൽ അല്ലെങ്കിൽ സ്വീകരിക്കൽ എന്നിവ കൈകാര്യം ചെയ്യുന്നത് ഈ ബില്ലിലൂടെയാണ്. പ്രാദേശിക നികുതികളുമായി ബന്ധപ്പെട്ടവ മണി ബില്ലിൻ്റെ പരിധിയിൽ വരില്ല. മണി ബില്ലുകളിൽ പാർലമെൻറ്റിൻ്റെ ഉപരിസഭയായ രാജ്യസഭയ്ക്ക് പരിമിതമായ അധികാരങ്ങൾ മാത്രമേ ഉള്ളൂ. കേന്ദ്ര സർക്കാരിന് ലോക്സഭയിലെ ഭൂരിപക്ഷം മാത്രം മതി മണി ബില്ലുകൾ നിയമമാക്കാൻ. ലോക്സഭ പാസാക്കിയ മണി ബില്ലുകൾ ഭേദഗതി വരുത്താനോ തിരസ്കരിക്കാനോ രാജ്യസഭയ്ക്ക് അധികാരമില്ല. പണബില്ലിൽ ഇന്ത്യൻ പാർലമെൻറ്റിൽ സംയുക്ത സമ്മേളനം അഥവാ ജോയിൻ്റ് സിറ്റിംഗ് അനുവദിക്കുന്നില്ല. കാരണം ലോക്സഭയ്ക്ക് മാത്രമാണ് ഇതിൽ പൂർണ്ണ അധികാരം.
അടുത്തത് സാമ്പത്തിക ബില്ലുകളാണ്. സാമ്പത്തിക ബില്ലുകൾ ഫണ്ട് വിനിയോഗത്തിനുള്ള നിയമങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത്. സാമ്പത്തിക ബില്ലിനെ രണ്ടായി തിരിച്ചിട്ടുണ്ട്. സാമ്പത്തിക ബിൽ ടൈപ്പ് 1ഉം സാമ്പത്തിക ബിൽ ടൈപ്പ് 2ഉം. ഇതിൽ സാമ്പത്തിക ബിൽ ടൈപ്പ് 1 എന്താണെന്ന് നോക്കാം. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 117(1) സാമ്പത്തിക ബിൽ ടൈപ്പ് 1മായി ബന്ധപ്പെട്ട ഭരണഘടനാ ആർട്ടിക്കിളാണ്. ആർട്ടിക്കിൾ 110 മണി ബില്ലിൽ പരാമർശിച്ചിരിക്കുന്ന എല്ലാ കാര്യങ്ങളും പൊതു നിയമനിർമ്മാണത്തിൻ്റെ മറ്റു കാര്യങ്ങളും ഇതിൽ അടങ്ങിയിരിക്കുന്നു. ഇത് പണബില്ലിന് സമാനമാണ്. രാഷ്ട്രപതിയുടെ ശുപാർശ പ്രകാരം മാത്രമേ ഇത് അവതരിപ്പിക്കാൻ കഴിയൂ. കൂടാതെ രാജ്യസഭയിൽ അവതരിപ്പിക്കാൻ കഴിയില്ല. ലോക്സഭയിൽ മാത്രമേ ഇത് ആദ്യം അവതരിപ്പിക്കാൻ കഴിയൂ. എങ്കിലും മറ്റു കാര്യങ്ങൾ കൊണ്ട് ഒരു ധനകാര്യ ബില്ലിനെ ഒരു സാധാരണ ബില്ലായി കണക്കാക്കുന്നു. രാജ്യസഭയ്ക്ക് ഇത് നിരസിക്കുകയോ ഭേദഗതി ചെയ്യുകയോ ചെയ്യാം. ബില്ലിനെ ചൊല്ലി ഇരുസഭകളും തമ്മിൽ അഭിപ്രായ വ്യത്യാസമുണ്ടായാൽ സ്തംഭനാവസ്ഥ പരിഹരിക്കാൻ പ്രസിഡന്റിന് ഇരുസഭകളുടെയും സംയുക്ത സമ്മേളനം വിളിക്കുകയും ചെയ്യാം. ബിൽ രാഷ്ട്രപതിക്ക് സമർപ്പിക്കുമ്പോൾ അദ്ദേഹത്തിന് ബില്ലിന് സമ്മതം നൽകുകയോ ബില്ലിന് സമ്മതം നൽകുന്നത് തടയുകയോ ചെയ്യാം. അല്ലെങ്കിൽ സഭകളുടെ പുനഃപരിശോധനയ്ക്കായി ബിൽ തിരിച്ചയക്കുകയും ചെയ്യാം. സാമ്പത്തിക ബില്ല് ടൈപ്പ് 2. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 117(3) സാമ്പത്തിക ബിൽ ടൈപ്പ് 2മായി ബന്ധപ്പെട്ട ഭരണഘടനാ ആർട്ടിക്കിളാണ്. ഇന്ത്യയുടെ കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്നുള്ള ചെലവ് സംബന്ധിച്ച വ്യവസ്ഥകളും ഇതിൽ അടങ്ങിയിരിക്കുന്നു. ഇത്തരം ബില്ലുകൾ പാർലമെൻറ്റിൻ്റെ ഏത് സഭയിലും ആദ്യം അവതരിപ്പിക്കാവുന്നതാണ്. ഒരു സാധാരണ ബില്ലിന് ബാധകമായ അതേ നിയമനിർമ്മാണ നടപടിക്രമമാണ് ഇരു ബില്ലുകളിലും ഉള്ളത്. ഈ ബില്ലുകൾ ഇരു സഭകളിലും പരിഗണിക്കുന്നതിന് പ്രസിഡന്റിൻ്റെ ശുപാർശ അത്യാവശ്യമാണ്. അത്തരം ശുപാർശ ലഭിച്ചില്ലെങ്കിൽ ഇരു സഭകൾക്കും ബില്ല് പാസ്സാക്കാൻ കഴിയില്ല. ഈ ബില്ലുകളിൽ സംയുക്ത സമ്മേളനം അനുവദനീയമാണ്. അടുത്തത് സ്വകാര്യ അംഗ ബില്ല് അഥവാ പ്രൈവറ്റ് ബില്ലാണ്. മന്ത്രിയല്ലാത്ത ഒരു പാർലമെൻറ്റ് അംഗം അവതരിപ്പിക്കുന്ന ബില്ലാണ് സ്വകാര്യ ബില്ലുകൾ. പാർലമെൻറ്റിൽ അംഗീകാരം ലഭിക്കാനുള്ള സാധ്യത ഇത്തരം ബില്ലുകൾക്ക് കുറവാണ്. ഭരണകക്ഷിയിലെയും പ്രതിപക്ഷത്തിലെയും പാർലമെൻറ്റ് അംഗങ്ങൾക്ക് ഒരു സ്വകാര്യ അംഗ ബിൽ അവതരിപ്പിക്കാം. സ്വകാര്യ ബിൽ നിയമമാക്കണമെങ്കിൽ ഇരു സഭകളിലും പാസ്സാക്കേണ്ടതുണ്ട്. ബില്ല് നിയമമാക്കുന്നതിന് രാഷ്ട്രപതിയുടെ അംഗീകാരവും നിർബന്ധമാണ്. വെള്ളിയാഴ്ചകൾ മാത്രമേ ഇത്തരം ബില്ലുകൾ അവതരിപ്പിക്കാനും ചർച്ച ചെയ്യാനും കഴിയൂ. പാർലമെൻറ്റിൻ്റെ ഒരു സെഷനിൽ സ്വകാര്യ ബില്ലുകളുടെ എണ്ണം 3ആയി പരിമിതപ്പെടുത്തിയിട്ടുണ്ട്. ഗവൺമെൻറ് ബില്ല് അല്ലെങ്കിൽ പൊതു ബില്ല് എന്താണെന്ന് നോക്കാം. ഗവൺമെൻറ് ബില്ല് അല്ലെങ്കിൽ ഒരു പൊതു ബില്ല് ഒരു മന്ത്രിയാണ് പാർലമെൻറ്റിൽ അവതരിപ്പിക്കുന്നത്. സ്വകാര്യ ബില്ലുകളെ അപേക്ഷിച്ച് ഈ ബില്ലുകൾ പാർലമെൻറ്റ് പാസ്സാക്കാൻ കൂടുതൽ സാധ്യതയുണ്ട്. സർക്കാരിൻ്റെ നയങ്ങളും പരിപാടികളുമാണ് ഈ ബില്ലുകൾ പ്രതിനിധീകരിക്കുന്നത്. ഭരണഘടനാ ഭേദഗതി ബിൽ. ഭരണഘടനയിൽ തിരുത്തലുകളോ ഒഴിവാക്കലുകളോ കൂട്ടിച്ചേർക്കലുകളോ വരുത്തുന്നതിനെയാണ് ഭരണഘടനാ ഭേദഗതി എന്ന് പറയുന്നത്. സാമൂഹിക രാഷ്ട്രീയ ആവശ്യങ്ങളെ പരിഗണിച്ച് കാലാനുസൃതമായി ഭരണഘടനയിൽ മാറ്റം വരുത്തുവാൻ ഭേദഗതി പ്രക്രിയ സഹായകമാകുന്നു. ഇന്ത്യയിൽ ഭരണഘടന ഭേദഗതി ചെയ്യുന്നതിനുള്ള അധികാരം പാർലമെൻറ്റിൽ മാത്രമാണ് നിക്ഷിപ്തമായിട്ടുള്ളത്. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 368 പ്രകാരമാണ് പാർലമെൻറ്റിന് ഭേദഗതിക്കുള്ള അധികാരം ലഭിക്കുന്നത്. ഭേദഗതി ബില്ലിന് രാഷ്ട്രപതിയുടെ മുൻകൂർ അനുമതി ആവശ്യമില്ല. ഭരണഘടനാ ഭേദഗതി ബിൽ നിയമമാക്കണമെങ്കിൽ ഇരു സഭകളുടെയും അംഗീകാരം ആവശ്യമാണ്. ഇരു സഭകൾക്കുമിടയിൽ ഭരണഘടനാ ഭേദഗതി ബില്ലിന്മേലുള്ള തർക്കങ്ങൾ പരിഹരിക്കാനായി സംയുക്ത സമ്മേളനം പോലുള്ള നടപടിക്രമങ്ങൾ ഇവയിലില്ല. ഏതെങ്കിലും ഒരു ഭരണഘടനാ ഭേദഗതി നിയമം ഭരണഘടനയുടെ വാക്കുകൾക്കോ അർത്ഥത്തിനോ വിരുദ്ധമാണെന്ന് കണ്ടാൽ ആ നിയമത്തെ അസാധുവാക്കുവാൻ ജുഡീഷ്യറിക്ക് അധികാരമുണ്ടായിരിക്കുന്നതാണ്. ഇന്ത്യൻ ഭരണഘടന അനുശാസിക്കുന്ന വിവിധ ഭേദഗതി രീതികൾ ഏതൊക്കെയാണെന്ന് പരിചയപ്പെടാം. ഒന്നാമത് അയവുള്ള ഭേദഗതി. ഇന്ത്യൻ ഭരണഘടനയിലെ ചില വകുപ്പുകൾ പാർലമെൻറ്റിന് കേവല ഭൂരിപക്ഷത്തിലൂടെ സാധാരണ നിയമനിർമ്മാണത്തിന് സമാനമായ നടപടിക്രമങ്ങൾ വഴി ഭേദഗതി ചെയ്യാവുന്നതാണ്. ഇതിനുള്ള ഉദാഹരണങ്ങളാണ് സംസ്ഥാനങ്ങളുടെ പേര്, അതിരുകൾ, പൗരത്വം തുടങ്ങിയവ സംബന്ധിച്ചുള്ള ഭേദഗതികൾ. അടുത്തത് ദൃഢമായ ഭേദഗതി. ചില പ്രധാനപ്പെട്ട വകുപ്പുകൾ ഭേദഗതി വരുത്തുവാൻ പാർലമെൻറ്റിന് ഇരു സഭകളുടെയും പ്രത്യേക ഭൂരിപക്ഷം ആവശ്യമാണ്. ഇതിനുള്ള ഉദാഹരണമാണ് മൗലിക അവകാശങ്ങൾ, മാർഗനിർദ്ദേശ തത്വങ്ങൾ തുടങ്ങിയവ സംബന്ധിച്ചുള്ള ഭേദഗതിക്ക്. അടുത്തത് അതിദൃഢമായ ഭേദഗതി. ചില അതിപ്രധാനമായ വകുപ്പുകൾ പാർലമെൻറ്റിൻ്റെ ഇരു സഭകളുടെയും പ്രത്യേക ഭൂരിപക്ഷത്തോടൊപ്പം പകുതിയിൽ കുറയാത്ത സംസ്ഥാനങ്ങളുടെ അംഗീകാരത്തോടു കൂടി മാത്രമേ ഭേദഗതി ചെയ്യാൻ കഴിയുകയുള്ളൂ. ഇതിനുള്ള ഉദാഹരണങ്ങളാണ് കേന്ദ്ര സംസ്ഥാന അധികാര വിഭജനം, ജനപ്രാതിനിധ്യ നിയമം തുടങ്ങിയവ.
ഇന്ത്യൻ പാർലമെൻറ്റിലെ വിവിധ തരം ബില്ലുകളെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും സൂക്കോ PSCയുടെ നന്ദി, നമസ്കാരം.